ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു ക്ലേ ഉണ്ടാക്കിയാലോ. അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഈ വലിയ പാത്രം, അതുപോലെ ചെറിയ 2 കപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര മൈദ എടുക്കാം കേട്ടോ. ഞാൻ എത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അതെ മിക്സ് ചെയ്യാൻ എല്ലാം വേണമല്ലോ, അതുകൊണ്ട് ഇതും കൂടി എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പിട്ട വെള്ളം എന്നും വേണമെങ്കിൽ പറയാം. നമുക്ക് ആദ്യം കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചായി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മതി കേട്ടോ. ഇപ്പോൾ നല്ലോണം കലക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ കുത്തിയൊക്കെ വേഗം ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അതായിരിക്കും നല്ലത്. മുമ്പ് ഉണ്ടാക്കിയിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം പശ കണക്ക് ഇരിക്കേണ്ട സാധനം. നമ്മളിപ്പം നല്ലോണം മിക്സ് ചെയ്യുക. എൻ്റെ ആള് കുറച്ച് ഭീകരനാണെന്ന് തോന്നുന്നു. കയ്യിൽ കൊട്ടിപ്പിടിക്കാണ്ടായി ചെറു മൈദയൊക്കെ ഉണ്ടായി. ഈ മൈദയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കിയെടുക്കണം കേട്ടോ. ഗൈസ്, പിന്നെ നമ്മൾ കുറച്ച് എണ്ണ കയ്യിൽ കൊടുക്കാം. ഇപ്പോൾ ഇട്ടെടുക്കാം കേട്ടോ. ഏതെണ്ണ ആയാലും കുഴപ്പമില്ല. നമ്മൾ എന്നിട്ട് ഇത് നേരെ കയ്യിലേക്ക് എടുത്ത് ഇങ്ങനെ ഇതിനെപ്പിച്ച് ഒട്ടിപ്പ് സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എണ്ണ എടുത്തത്. എന്നാലും ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ചുകൂടി അധികം ഇടരുത്. അപ്പം വീണ്ടും വെള്ളം ഒഴിക്കുന്നുണ്ടാവും. മെല്ലെ ഇതിൻ്റെ അളവിന് അനുസരിച്ചിടാം. ചപ്പാത്തി വരുത്താൻ കണക്കുണ്ട്. അല്ല, ചപ്പാത്തി ഉണ്ടാക്കണ കണക്കുണ്ട് ഗൈസ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കാര്യം. ഞാൻ ഈ ക്ലേ ഇതിന് മുമ്പ് ഉണ്ടാക്കി കുറച്ച് സാധനം കൂടി പോയി നോക്കി. ചില ഭാഗം ഇപ്പോഴും ഒട്ടിപ്പിടിക്കണ്ടാക്കുള്ളൂ. ഇതിന് മുമ്പ് ഉണ്ടാക്കി ഇത് വെച്ച് കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കി വയ്ക്കായിരുന്നു. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് കാട്ടിക്കണം കേട്ടോ. ഈ ക്ലേ കൊണ്ട് അടുത്തുള്ള റോസപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പരമാവധി അതും കൂടി ഇട്ടോക്കാം. എൻ്റെ അമ്മ, ഇത് പറക്കണ്ടല്ലോ. നമ്മുടെ ക്ലേ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ക്ലേ ആണ് കേട്ടോ. ഇതെടുക്കുമ്പോൾ പ്രത്യേകം എണ്ണ പെട്ടിട്ട് വേണം എടുക്കാൻ. ഞാൻ ആദ്യം എണ്ണ പെട്ടാതെ ഒന്ന് എടുത്ത് വയ്ക്കുക. പിന്നെ ഓയിൽ എന്ന് തോന്നുന്നത് ഇതുപോലെ മൈദ അങ്ങോട്ട് ചേർക്കുക. ഒട്ടിപ്പിടുത്തുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ മൈദപ്പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 കപ്പ് മൈദയും 1 കപ്പ് വെള്ളവും ഒരിക്കലും എടുക്കരുത്. എനിക്ക് മണി പറ്റിയതാണ് കഴിഞ്ഞോടെ. അപ്പം നമ്മൾ 1 കപ്പ് മൈദയാണെങ്കിൽ 1/4 ഭാഗം വെള്ളം, അത്ര അങ്ങനെയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ 2 കപ്പിന് 1 കപ്പ് വെള്ളം മതിയല്ലോ. അപ്പം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മൈദപ്പൊടി എടുപ്പത് എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. അപ്പം ഒട്ടിപ്പ് വരാതിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ, പിന്നെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ്. അപ്പം ഇനിയും ഇതുപോലത്തെ മോർ വീഡിയോസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ബൈ.